വൺ ടി.വി. വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി.വി. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജില്ലയുടെ വ്യവസായ രംഗത്തിന് പുതിയ കുതിപ്പേകി നിക്ഷേപക സംഗമം. മലപ്പുറത്ത് നടന്ന നിക്ഷേപക സംഗമത്തിൽ 2700 കോടിയുടെ പദ്ധതികളാണ് അവതരിപ്പിച്ചത്. വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ പുതുതായി ആരംഭിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് ആരോപണം. മോട്ടോർ തൊഴിലാളി യൂണിയൻ CATU ആണ് പ്രവർത്തികൾക്കെതിരെ രംഗത്തെത്തിയത്. വാണിയമ്പലത്തെ റെയിൽവേ മേൽപ്പാലം എന്ന ജനകീയ ആവശ്യത്തിന് പ്രാധാന്യമേറുന്നു. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടപെടലുകളുമായി നാട്ടുകാർ. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യം. വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന കർശനമാക്കി. നിലമ്പൂർ നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തി. വിശദമായ വാർത്തകൾ നോക്കാം. മലപ്പുറം ജില്ലയുടെ വ്യവസായ രംഗത്തിന് പുതിയ കുതിപ്പേകി നിക്ഷേപക സംഗമം. മലപ്പുറത്ത് നടന്ന നിക്ഷേപക സംഗമത്തിൽ 2700 കോടിയുടെ പദ്ധതികളാണ് അവതരിപ്പിച്ചത്. ജില്ലയെ നിക്ഷേപക സൗഹൃദ ജില്ലയാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞെന്നും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തിയെന്നും വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി P. രാജീവ് കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും മലപ്പുറം ജില്ലയിൽ 20 കോടിയിലധികം നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ മേൽനോട്ടത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല നിക്ഷേപക സംഗമം എമർജിംഗ് മലപ്പുറം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. നിക്ഷേപക സംഗമത്തിൽ ഉയർന്നു വന്ന സംരംഭങ്ങളിൽ 25% പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം തന്നെ 50% പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. 33,342 സംരംഭങ്ങളും 76,521 തൊഴിലവസരങ്ങളുമായി മലപ്പുറം ജില്ല സംരംഭകത്വത്തിൽ മുൻപിലാണ്. ഏറ്റവും കൂടുതൽ മൂലധന സാധ്യതയുള്ള, കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ സംരംഭങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത്. 7 സ്വകാര്യ വ്യവസായ പാർക്കുകളാണ് ജില്ലയിൽ പൂർത്തിയായത്. 2 പുരോഗമിക്കുന്നു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന പദ്ധതിക്കും ജില്ലയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ചെറുകിട വ്യവസായങ്ങളെ വളർത്തുന്ന മിഷൻ 1000 പദ്ധതിയും
ജില്ലയിൽ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ VR വിനോദ് വിഷയാവതരണം നടത്തി. ഉദ്യോഗസ്ഥരിൽ നിന്ന് ലൈസൻസിംഗ് സംബന്ധമായി ബാങ്കുകളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ഇൻവെസ്റ്റർക്കും ഒരു തടസ്സം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്ത രീതിയിൽ ശരിയായി നിയമം പാലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് താല്പര്യത്തോടുകൂടി മുമ്പോട്ട് വരികയും അങ്ങനെ കൂടുതൽ തൊഴിലവസരങ്ങളും എക്കണോമിക് ഗ്രോത്തും നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുക എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നടത്തിയത്. പ്രധാനമായിട്ടും അടുത്ത ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും മുമ്പോട്ട് പോകുന്നതും ആൾക്കാരിവിടെ പ്രസൻറ്റ് ചെയ്തു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രസൻറ്റേഷൻ നടത്തിയത്. മലപ്പുറം ജില്ലയെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലവസരങ്ങളുടെയും മികച്ച കേന്ദ്രമാക്കി മാറ്റുവാൻ ഉതകുന്ന 2659.7 കോടിയുടെ നിക്ഷേപവും 4323 തൊഴിലവസരങ്ങളുമായാണ് നിക്ഷേപക സംഗമം നടന്നത്. 28 നിക്ഷേപകർ വ്യവസായം, ടൗൺഷിപ്പ് വികസനം, ഹെൽത്ത് കെയർ, ടൂറിസം, അഗ്രോ ഫുഡ്, നിർമ്മാണം, പാക്കേജിംഗ്, ഫർണിച്ചർ, ജ്വല്ലറി, പുനരുപയോഗ സാധ്യതയുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകളാണ് അവതരിപ്പിച്ചത്. പരിപാടിയിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ P. നന്ദകുമാർ, ആബിദ് ഹുസൈൻ തങ്ങൾ, KPA മജീദ്, കുറുക്കോളി മൊയ്തീൻ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോക്കൻ, KSSIA ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം, മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോർജ് ജോസഫ്, ഹുസൈൻ സിറ്റി NRI പ്രൊജക്ട് മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ KP ഹുസൈൻ, അൽമാസ് ഗ്രൂപ്പ് ചെയർമാനും MDയുമായ ഡോക്ടർ P. അഹമ്മദ് കബീർ, JRS ഡീഡ്സ് ആൻഡ് ഡോക്യുമെന്റ് മാനേജിംഗ് പാർട്ണർ അഷറഫ് ആലങ്ങാടൻ, സംരംഭകർ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M. ഗിരീഷ് സ്വാഗതവും മാനേജർ P. സ്മിത നന്ദിയും പറഞ്ഞു. വണ്ടൂർ ടൗണിൽ നടക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയെ ചൊല്ലി ഇപ്പോൾ രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ്. ടാക്സി സ്റ്റാൻഡിൽ പുതുതായി പ്രവൃത്തി ആരംഭിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിനെ ചൊല്ലിയാണ് വിവാദം. പ്രവൃത്തിയുടെ മറവിൽ MLAയുടെ നേതൃത്വത്തിൽ തീവെട്ടിക്കൊള്ള നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇടത് നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ MLAക്കെതിരെയും UDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും CPMഉം CITUവും ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ പഞ്ചായത്തിലെ ഇടത് അംഗം ഭരണസമിതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. MLA AP അനിൽകുമാറിന്റെ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. ടൗണിന്റെ ഹൃദയഭാഗത്ത് പൊതുപരിപാടികൾക്ക് ഒരിടം എന്ന നിലയിലാണ് പദ്ധതി. നിലവിൽ ടാക്സി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത്. ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് ഇടത് നേതാക്കൾ രംഗത്തെത്തിയത്. പ്രവൃത്തിയെക്കുറിച്ച് പഞ്ചായത്തിന് യാതൊരുവിധ വിവരങ്ങളുമില്ലെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് പണം തട്ടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ഇടത് നേതാക്കളായ M. മോഹൻദാസ്, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എന്നിവർ ആരോപിച്ചു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി പഴയ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വന്നിരുന്ന സ്ഥലത്ത് MLA ഫണ്ട് 40 ലക്ഷം നീക്കിവെച്ചു എന്നാണ് അറിവ്. അവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി പണികൾ തകൃതിയായി നടന്നു വരികയാണ്. ഒരു അക്രഡിറ്റ് ഏജൻസിയെ അത് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. 40 ലക്ഷം എന്നുള്ളത് ഇവിടുത്തെ ഏതോ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന വിവരം മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ആ പ്രസ്തുത സ്ഥലത്ത് എന്ത് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർക്കറിയില്ല. MLA ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ബ്ലോക്കാണ്. അക്രഡിറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചു എന്ന പേരിൽ അവർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു ദിവസം JCB ഉപയോഗിച്ച് ചില കരാറുകാർ അവിടെ പ്രവൃത്തി നടത്തുമ്പോഴാണ് നിലവിലെ 45ഓളം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ നിന്ന് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. കരാറുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ്. പക്ഷേ അതിൻ്റെ നിർമ്മാണം കണ്ടിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വണ്ടൂരങ്ങാടിയിൽ ആകെ ജലപ്രളയം ഉണ്ടാകുന്ന തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ്
ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും ടാക്സി ജീവനക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്ന് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് ഇന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര അറിവുകളില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എന്തെല്ലാം പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്, എത്ര കാലത്തേക്കാണ് പഞ്ചായത്ത് ഇവർക്ക് കൈമാറിയിട്ടുള്ളത്, അത് പഞ്ചായത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നുണ്ടോ, അവിടെയുള്ള ടാക്സിക്കാർക്ക് അവരുടെ പുനരധിവാസത്തിന് മാർഗമുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രൊജക്റ്റ് തുടങ്ങിയവയെല്ലാം ദുരൂഹതയാണ്. ഇത് ഒരു തീവെട്ടിക്കൊള്ളയ്ക്കുള്ള അവസരം MLA ഒരുക്കിയിരിക്കുകയാണ്. അക്രഡിറ്റ് ഏജൻസിയുടെ പേരിൽ അവിടെ വലിയ ഒരു കൊള്ള നടക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടി പറയേണ്ടത് MLA ആണ്, ബന്ധപ്പെട്ടവരാണ്. നിലവിലെ നിർമ്മാണത്തിൽ ടാക്സി ഡ്രൈവർമാർക്കുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി. ഇടത് നേതാക്കൾ പ്രവൃത്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മാണം പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനയെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ മെമ്പറായ സ്വാമിദാസൻ പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡ് ആയി നിൽക്കുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അത് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്താൻ നടന്നിരുന്ന സമയത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ പഞ്ചായത്തിന്റെ സ്ഥലം നമ്മൾ പഞ്ചായത്തിന്റെ ആസ്തിയിൽ നിലനിർത്തിയിട്ടുള്ളത്. ആ സ്ഥലത്ത് ഹംസാക്ക് MP ആയിരുന്ന സമയത്ത് ഒരു സ്റ്റേജിനുള്ള ഫണ്ട് അനുവദിച്ചു. ആ സ്റ്റേജിന്റെ പണി അവിടെ പകുതി പണി നടന്ന് കിടക്കുകയാണ്. ഞങ്ങള് വണ്ടൂർ പഞ്ചായത്തിനകത്തെ 23 മെമ്പർമാരുടെയും ആഗ്രഹം, അതേപോലെ തന്നെ വണ്ടൂരിലെ പൊതുജനങ്ങളുടെ ആഗ്രഹം ആ സ്റ്റേജ് അടക്കം നന്നാക്കി അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കണം എന്നുള്ളതായി. അതിന്റെ ഭാഗമായി കൊണ്ട് MLA ആര് ഫണ്ട് വെച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചാണ്ട് ബാധിക്കുന്ന വിഷയമല്ല. MLA 40 ലക്ഷം റുപ്യ അത് നടത്തുന്നതിന് വേണ്ടി ഫണ്ട് വെച്ച് ബോർഡിനോട് തീരുമാനം അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 10/2/2025 ബോർഡ് മീറ്റിംഗ് അജണ്ടയായി വന്ന് 23 മെമ്പർമാരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടത്താൻ വേണ്ടിയിട്ട് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. വിശദമായിട്ട് ചർച്ച വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ചോദിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. അല്ല, വിയോജനം രേഖപ്പെടുത്തേണ്ട ആളുകൾ ഞങ്ങളാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു. ടാക്സി അതിൽ വല്ലാതെ വന്നിട്ടുള്ള വിഷയം, ഞങ്ങൾ ആശങ്കപ്പെട്ടിട്ടുള്ള ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അവരെ തൊഴിലിനെ ബാധിക്കാത്ത രീതിയിൽ അത് സംവിധാനം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ബോർഡിനകത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ തൊഴിലിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്കും വണ്ടൂർ പഞ്ചായത്തിനെ പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഞങ്ങൾ 23 മെമ്പർമാരും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണും എന്നുള്ളത് തന്നെയാണ്. ടാക്സി ഡ്രൈവർമാർക്ക് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് അന്ന് തന്നെ അജണ്ട വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ബോർഡിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് 11 മെമ്പർമാരും. അത് പഞ്ചായത്ത് അധികാരികളുമായിട്ട് അവരെയും കൂടിയിരുത്തി സംസാരിച്ചാണ്ട് എടുക്കേണ്ട തീരുമാനമാണ്. അതവിടെ നല്ലൊരു ഓപ്പൺ ഓഡിറ്റോറിയമായി വന്ന് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് പഞ്ചായത്തിനെ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിന് പൊതുപരിപാടികൾ, മറ്റുള്ള ആളുകളുടെ പൊതുപരിപാടികൾ നടത്തുന്നതിന് അനുവദിക്കുകയും അതിനൊരു ചെറിയ വരുമാനം പഞ്ചായത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും പറ്റുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറ്റണം എന്നുള്ളതാണ് വണ്ടൂർ പഞ്ചായത്ത് ആഗ്രഹിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് ആ പദ്ധതി പോകുന്നത്. മറ്റുള്ള വിവാദങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. അഴിമതി ഉണ്ടെങ്കിൽ അത് പരാതി കൊടുത്ത് അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് തെളിയിക്കേണ്ട വിഷയമാണ്. അഴിമതിയുള്ള ഒരു പദ്ധതിയെയും ഞങ്ങൾ അംഗീകരിക്കും. അല്ല, ബ്ലോക്ക് പഞ്ചായത്ത് അറിഞ്ഞോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്ന വിഷയമല്ല. കാരണം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയാണത്. അത് വണ്ടൂർ പഞ്ചായത്താണ് അതിൽ നിർമ്മാണത്തിന് അനുമതി കൊടുക്കേണ്ടത്.
ആ അനുമതി ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 10/2/2025 ബോർഡ് മീറ്റിംഗിൽ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ടാക്സി ഡ്രൈവർമാരുടെ ആശങ്കകൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണെന്നും മെമ്പർ സ്വാമിദാസൻ പറഞ്ഞു. അഴിമതി നടന്നതായി ആരോപണമുണ്ടെങ്കിൽ പരാതി നൽകിയാൽ അന്വേഷണം നടത്താവുന്നതാണെന്നും മെമ്പർ പറഞ്ഞു. എന്തായാലും വണ്ടൂരിലെ ഈ ഒരു നിർമ്മാണ പ്രവൃത്തിയെ ചൊല്ലി വരും ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുമെന്ന കാര്യം തീർച്ചയാണ്. വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം എന്ന ജനകീയ ആവശ്യത്തിന് ഇടപെടലുകളുമായി നാട്ടുകാരും രംഗത്ത്. മേൽപ്പാലത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതിനായി നാട്ടുകാർ ജനകീയമായ ഒപ്പ് ശേഖരണം നടത്തി. ഇവിടെ മേൽപ്പാലം അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഗതാഗതക്കുരുക്ക് ഏറി വരികയാണ് റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യത്തിന് കൂടുതൽ പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ജനകീയമായ ഒരു ഇടപെടലുകൾ കൂടി നടത്തി ജനപ്രതിനിധികൾ മുമ്പിലേക്ക് ഈ വിഷയം നാട്ടുകാർ എത്തിക്കുന്നത്. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ നിത്യേന 14-ലധികം തവണയാണ് റെയിൽവേ ഗേറ്റ് അടച്ചു തുറക്കേണ്ടി വരുന്നത്. വണ്ടൂർ കാളികാവ് പ്രധാന പാതയിലുള്ള ഗേറ്റ് അടവ് കാരണം ആംബുലൻസുകൾ കുരുക്കിൽപ്പെട്ട് ചികിത്സ വൈകി രോഗി മരിച്ച സംഭവം ഉണ്ടായതോടെയാണ് നാട്ടുകാർ മേൽപ്പാലത്തിനായുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നത്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA, MP, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉള്ള ജനകീയ ഒപ്പ് ശേഖരണമാണ് ഇവിടെ. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ടൗൺ ടീം വാണിയമ്പലത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഒപ്പുശേഖരണം നടത്തിയത്. വാണിയമ്പലത്തെ ജനങ്ങളുടെ പൊതുവികാരം ജനപ്രതിനിധികളെ അറിയിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. MLA, MP, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, റെയിൽവേ വകുപ്പ് മന്ത്രി എന്നിവർക്കാണ് നിവേദനം നൽകുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകും വരെ തുടർച്ചയായ സമരങ്ങളും ഇടപെടലുകളും നടത്തുവാനാണ് വാണിയമ്പലം ജനകീയ സമിതിയുടെ തീരുമാനം. ജനപ്രതിനിധികളായ സ്വാമിദാസൻ, ഷൈജൽ എടപ്പറ്റ, ടൗൺ ടീം ഭാരവാഹികളായ അർഷിദ്, ഷിഹാസ്, ജിയാസ്, അൽതാഫ്, ഹാരിസ് TP, ജംഷി മാട്ടക്കുളം എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാ മണിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 50 പരാതികൾ പരിഗണിച്ചു. 17 പരാതികൾ തീർപ്പാക്കി. 23 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. 2 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് തേടി. 8 കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി നൽകി. സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി CPIM നിലമ്പൂരിൽ അനുസ്മരണം നടത്തി. ഏരിയ കമ്മിറ്റി ഓഫീസിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷൗക്കത്ത് പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി K. മോഹനൻ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം T. ഹരിദാസൻ, ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന കർശനമാക്കി. നിലമ്പൂർ നഗരസഭയിലെ ഹോട്ടലുകൾ, കൂൾബാറുകൾ, വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലാണ് ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിയത്. മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകൾ, ടീ ഷോപ്പുകൾ, കൂൾബാർ എന്നിവിടങ്ങളിൽ നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി. സ്ഥാപനത്തിലെ പൊതുശുചിത്വം, ഹെൽത്ത് കാർഡ്, വെള്ളം പരിശോധിച്ചതിന്റെ റിപ്പോർട്ട്, മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ പരിശോധനയിൽ ഉൾപ്പെടുത്തി ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. തുടർ പരിശോധനകളിൽ ന്യൂനതകൾ പരിഹരിക്കാത്ത പക്ഷം കനത്ത പിഴ ചുമത്തുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ട് ചാലിയുടെ നിർദ്ദേശപ്രകാരം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം, വിനോദ് K, ബിന്ദു, ഡ്രൈവർ വിജീഷ് എന്നിവരാണ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്.
മസ്തിഷ്ക ജ്വരം തടയുന്നതിൻ്റെ ഭാഗമായി വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്യുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണെന്നും ഭക്ഷണം വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുചീകരിച്ചിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വരും ദിവസങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്നും നഗരസഭാ സെക്രട്ടറി ഷറഫുദ്ദീൻ അറിയിച്ചു. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഭീകരാക്രമണത്തിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രകടനം സംഘടിപ്പിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സഹായത്തോടുകൂടി ഇസ്രായേൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിവിടുകയാണ്. ഈ അടുത്ത കാലത്ത് സിറിയക്ക് നേരെ ആക്രമണം നടത്തുന്നു, ലിബിയക്ക് നേരെ ആക്രമണം, ലെബനോന് നേരെ ആക്രമണം നടത്തുന്നു, യമന് നേരെ ആക്രമണം നടത്തുന്നു, ഫലസ്തീന് നേരെ ആക്രമണം നടത്തുന്നു. ഇന്ന് ഇതാ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യമായ ഖത്തറിന് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും ദുഷിച്ച സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഭീകരമായുള്ള മുഖം ഈ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ലോകത്തെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സഹായത്തോടുകൂടി നടത്തുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഭീകരമായ രാജ്യമായി കൊണ്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം, ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ്, പി ഷൈജു, പി രജീഷ്, എം നിതിൻ ദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരം ചെയ്യും ഫലസ്തീനികളെ, ഐക്യദാർഢ്യം 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 ഡിവൈഎഫ്ഐയുടെ ഐക്യദാർഢ്യം ഇൻകുലാബ് സിന്ദാബാദ് 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 ഡിവൈഎഫ്ഐ സിന്ദാബാദ് ഡിവൈഎഫ്ഐ സിന്ദാബാദ്. ഒരു ചെറിയ ഇടവേളയാണ്. വാർത്തയിലേക്ക് വേഗം തിരിച്ചു വരാം. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4,999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6,000 രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.
ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. വാർത്തകൾ തുടരുകയാണ്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മുടെ മേഖലയിലും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടക്കുകയാണ്. SDPI നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. എടക്കര അങ്ങാടിയിൽ നടന്ന പ്രകടനം SDPI ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു. UN അംഗരാജ്യങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നടപടിയെടുക്കുവാൻ കഴിയാത്ത UNO ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും വംശഹത്യ തുടരുന്ന ഇസ്രായേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്നും
അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ്, സെക്രട്ടറി ഹാരിസ് കരുളായി, മണ്ഡലം കമ്മിറ്റി അംഗം യാസർ പൂക്കോട്ടുംപാടം, ഹാരിസ് എടാലത്ത് എന്നിവർ സംസാരിച്ചു. പരമാധികാര സ്വതന്ത്ര ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായ ഖത്തറിനെതിരെ പോലും ഇപ്പോൾ അക്രമം നടത്തിക്കൊണ്ട് ഇസ്രായേൽ അതിന്റെ കൊടും ക്രൂരത ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോക ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണമാണ് ഇന്ന് മിനിഞ്ഞാന്ന് ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഭീകരത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SDPI വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വണ്ടൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം SDPI ജില്ലാ കമ്മിറ്റി അംഗം സിറാജ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുതയുടെയും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അവരുടെ ക്രൂരതകൾ പശ്ചിമേഷ്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന കാര്യമാണ് ഈ അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 2 വർഷത്തോളമായി ഫലസ്തീനിൽ അതിക്രൂരമായ രീതിയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ. ഇസ്രായേലിന്റെ ക്രൂരത ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ UN അടക്കം തുടരുന്ന മൗനം മനുഷ്യകുലത്തിന് യോജിച്ചതല്ലെന്ന് പ്രതിഷേധക്കാർ സൂചിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് C. അബ്ദുൽ കരീം, സെക്രട്ടറി K. അലി, NK നിസാർ, PK സഹീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ച് സംസ്ഥാന വ്യാപകമായി തന്നെ വിവിധ പരിപാടികളാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അമരമ്പലം ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സീതാറാം യെച്ചൂരി അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. ചുള്ളിയോട് നടന്ന പരിപാടി അരീക്കോട് ഏരിയ കമ്മിറ്റി അംഗം ഇർഷാദ് പുൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. അമരമ്പലം ലോക്കൽ സെക്രട്ടറി PC നന്ദകുമാർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം P. ശിവാത്മജൻ, ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. ഉണ്ണികൃഷ്ണൻ, PT മോഹൻദാസ്, അബു കൊല്ലന്തുടിക, KP ഉഷാദേവി, PK ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുകയാണ് യുവാവ്. നിലമ്പൂർ ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങിൽ സദക്കത്തിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് ഫണ്ട് സമാഹരിക്കുവാൻ നാട്ടുകാർ ജനകീയ സമിതിക്ക് രൂപം നൽകിയത്. നാട്ടിലും പുറം നാട്ടിലുമുള്ളവർ സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ചികിത്സാ സഹായ കമ്മിറ്റി രംഗത്ത് വന്നത്. നിലമ്പൂർ ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങൽ സദക്കത്താണ് അടിയന്തരമായി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ഒരു സാധാരണ പ്രവാസിയായിരുന്ന സദക്കത്തിന്റെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് തകരാറിലായത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത്. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിനിടെയാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്. അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഒരു യുവാവിന്റെ ലിവർ സ്വീകരിച്ചാണ് സദക്കത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി 3 ആഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും. 3 മാസത്തിലേറെ വിശ്രമവും ആവശ്യമാണ്. ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ഏകദേശം 35 ലക്ഷം രൂപയിലധികം ആവശ്യമാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആശുപത്രിയിൽ പണം അടയ്ക്കണം. നിർധന കുടുംബത്തിന് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തുവാനുള്ള മാർഗമില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സാ സഹായത്തിനായി രംഗത്തിറങ്ങിയത്. ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 9745488106 എന്ന നമ്പറിൽ GPay ആയും സഹായം ചെയ്യാവുന്നതാണ്. അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ചെട്ടിയാറമ്മൽ യൂത്ത് ലീഗ് കമ്മിറ്റി ശാഖാ സമ്മേളനം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന വിഭാഗം ഏതൊക്കെ മേഖലകളിലാണോ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടത് ആ മേഖലകളെല്ലാം സക്രിയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ്. CP സഫ്വാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ, വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് അലി നൌഷാദ്, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ, ജനറൽ സെക്രട്ടറി MK നാസർ, ട്രഷറർ CT അസൈനാർ, വണ്ടൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി CT ചെറി, V ഷബീബ് റഹ്മാൻ, T സിറാജ്, MK കമറുസമാൻ, മുജീബ് വാണിയമ്പലം, KT നൂറുൽ ഹസൻ, K ജിംഷാദ്, AP നാസർ,
CTP മാസ്റ്റർ കെ മുജീബ് റഹ്മാൻ, PK റാഫി, EP ഫാസിൽ, ഫഹീം PK എന്നിവർ പ്രസംഗിച്ചു. PK റിയാസ് സ്വാഗതവും KC നിസാം നന്ദിയും പറഞ്ഞു. പ്രദേശത്തു നിന്നും ഡോക്ടറേറ്റ് നേടിയ AP ഖദീജത്തുൽ മിന്നത്തിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കാളികാവ് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പൂങ്ങോട് മിച്ചഭൂമി അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. MLA AP അനിൽകുമാറാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത്. കാരണം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം എന്താണ്, കെട്ടിടത്തിൻ്റെ ഉറപ്പെന്താണ്, ഇത് പൊളിഞ്ഞു വീഴോ എന്നൊന്നും അറിയാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല കെട്ടിടവും ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ അംഗൻവാടികളൊക്കെ ഏറ്റവും നല്ല അംഗൻവാടികളായി മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കാളികാവ് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയും ICDSന്റെ 2 ലക്ഷം രൂപയും ബാക്കി വരുന്ന 16 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. അംഗൻവാടി ടീച്ചർ ലത കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ നീലങ്ങോടൻ, മെമ്പർമാരായ ഗോപി താളിക്കുഴിയിൽ, ലൈല PK, ഹംസ, CDPO അസ്മാബി, സൂപ്പർവൈസർ ഷംന, ഓവർസിയർ ഷറഫലി, ജബ്ബാർ, യൂസഫ് കുട്ടീരി തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി VMC സ്കൂൾ മൈതാനിയിലാണ് മേള നടക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടർ A ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC, വിവിധ ഹൗസുകളിലെ മത്സരാർത്ഥികൾ എന്നിവർ അണിനിരന്ന മാർച്ച് പാസ്റ്റും നടന്നു. പോലീസ് ഇൻസ്പെക്ടർ A ദീപകുമാർ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് AK ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആയിഷ സഭ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ P ഉഷാകുമാരി, പ്രധാന അധ്യാപിക P ഉഷ, P സിറാജുദ്ദീൻ, KT നൂറുൽ ഹസൻ, ഷിഹാബ് മുക്കണ്ണൻ, സലീം, VK ഷാനവാസ്, മുൻഷീർ, K രാജീവൻ, P ഹൈദരലി എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ വ്യവസായ രംഗത്തിന് പുതിയ കുതിപ്പേകി നിക്ഷേപക സംഗമം. മലപ്പുറത്ത് നടന്ന നിക്ഷേപക സംഗമത്തിൽ 2700 കോടിയുടെ പദ്ധതികളാണ് അവതരിപ്പിച്ചത്. വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ പുതുതായി ആരംഭിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന് ആരോപണം. മോട്ടോർ തൊഴിലാളി യൂണിയൻ CATU ആണ് പ്രവർത്തികൾക്കെതിരെ രംഗത്തെത്തിയത്. വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലം എന്ന ജനകീയ ആവശ്യത്തിന് പ്രാധാന്യമേറുന്നു. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടപെടലുകളുമായി നാട്ടുകാർ. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരണം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യം. വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന കർശനമാക്കി. നിലമ്പൂർ നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. 1TV ന്യൂസിൽ നിങ്ങളുടെ പ്രാദേശിക വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 8:30 രാത്രി 10 മണിക്കും പുനഃസംരക്ഷണം രാവിലെ 8:30. വാർത്തകൾ 1TV ന്യൂസിൽ ഉൾപ്പെടുത്തുവാൻ വാർത്തകളും ദൃശ്യങ്ങളും ഞങ്ങളുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം.
ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.